അമ്മ എല്ലാവരും സപ്പോർട്ടും സബ്സ്ക്രൈബും ചെയ്യണം. ഇതുണ്ടാക്കിയ ഇത് ഐസ്ക്രീം ബോളാണ്. വെച്ചുണ്ടാക്കിയതാണ് പട്ടിക്കുട്ടിയും. അമ്മ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരു ചാനലിൽ എല്ലാവരും ഇത് കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാണുന്നവരേക്കും താങ്ക്സ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മോനൊരു ഇൻട്രൊഡക്ഷൻ പറയണമെന്ന് തോന്നി. അപ്പോൾ അവൻ വന്ന് കുറച്ചൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത് പറഞ്ഞിട്ട് പോയതാണ്. ഇത് നമ്മൾ ചെയ്യുന്ന പുതിയൊരു വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഐസ്ക്രീം ബോളും അതുപോലെ വേസ്റ്റ് ബോട്ടിലുകൾ ഷേപ്പ് ഉള്ളത് നോക്കി എടുത്ത് അത് രണ്ടും ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ക്വിക്ക് ഫ്ലെക്സോ കൊണ്ട് അത് ഒട്ടിച്ചെടുക്കാം. ഇത് ഉപയോഗിക്കുന്നത് വൈറ്റ് സിമൻ്റാണ്, ബിർളയുടെ വൈറ്റ് സിമൻറ്റ്. അത് നമുക്ക് യഥേഷ്ടം നമുക്ക് ഒരു ഗോതമ്പ് മാവിൻ്റെ ആ ഒരു രൂപത്തിൽ കുഴച്ച് നമുക്ക് യഥേഷ്ടം ചെയ്യാം. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നമുക്കൊരു ഗ്ലൗസ് യൂസ് ചെയ്താലും മതി. കയ്യിൽ പെട്ടെന്ന് അത് ചൂടടിക്കാതിരിക്കാം. വലിയ പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ അത്രയും പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് വെച്ചാൽ മിനിറ്റ് കൊണ്ട് പെട്ടെന്നത് കട്ടി പിടിക്കുന്നത്. ഇത് അത്രയും കുഴപ്പമില്ല. ഇത് നമുക്ക് യഥേഷ്ടം കുറച്ച് സാവകാശം ചെയ്തെടുത്താൽ മതി. ഇതൊരു പപ്പിക്കുട്ടിയെ റെഡിയാക്കാനായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് ഇതിൽ നമ്മൾ എങ്ങനെയാണോ ആ ഒരു ഷേപ്പ് നമ്മളിതിൽ ചെയ്ത് അത് പതുക്കെ സാവകാശം നമ്മളുടെ വിരലുകൾ കൊണ്ട് അത് വെള്ളത്തിൽ തൊട്ട് നനച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ചെവിയുടെ പോർഷനും ആ ഒരു മുഖത്തിൻ്റെ ഫ്രണ്ട് പോർഷനും അതുപോലെ ഒരു വാല് പോർഷനും പിന്നെ ആ ഒരു ലെഗ് ആ ഒരു 2 ലെഗ് സ്ട്രെയിറ്റും 2 ലെഗ് ഇങ്ങനെ കിടക്കുന്ന ഒരു നീളത്തിലും ഉള്ളത് നമ്മൾ എടുത്ത് വെച്ച് ഇതുപോലെ എടുത്ത് വെച്ച് അത് ചെറിയ സ്ലോപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു വെയിറ്റും ഇല്ല. നമുക്ക് ഇത് വേണമെങ്കിൽ അടിയിലൊരു പ്ലാസ്റ്റിക് വെച്ചിട്ട് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഈ 2 ബോട്ടിൽ ഒട്ടിച്ച് എടുത്ത് അതിൽ വെച്ചിട്ട് അതിന് ശേഷം വൈറ്റ് സിമൻറ്റ് കൊണ്ട് ആദ്യമേ ഈ വൈറ്റ് സിമൻറ്റ് കൊണ്ട് ഇത് ഫുള്ളി നമ്മളൊന്ന് കവർ ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് പാർട്ട് ബൈ പാർട്ടായിട്ട് ചെവിയും അത് ഫ്രണ്ടിലെ വ്യൂവും എല്ലാം നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെറിയ ഒരു നേരത്തെ ഒരു ഈർക്കിലോ അല്ലെങ്കിൽ ഒരു പിൻ കൊണ്ട് അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ ഒരു ലൈൻ ഇട്ട് അതൊന്ന് സോഫ്റ്റാക്കി കുറച്ച് സമയം ഒരു 10-15 മിനിറ്റോളം ഇതൊന്ന് നമ്മൾ ഉണങ്ങാനായിട്ട് ഒന്ന് വെയിലുള്ള സമയത്ത് കുറച്ച് വെയിലത്ത് വെക്കാതെ ഒന്ന് ആ ഒരു ചൂടടിക്കത്തക്ക വെച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടിക്കൊള്ളും. ഇനി ഇതിൽ ഞാനത് ബ്ലാക്ക് കളറാണ് ചെവിക്ക് കൊടുക്കുന്നത്. ആദ്യമേ ഏത് ചെയ്താലും നമ്മൾ ആദ്യമേ വൈറ്റ് കളർ ചെയ്തിട്ട് വേണം അതിൽ ഏത് കളർ നമ്മൾ ഇടാനായിട്ട്. വൈറ്റ് ഇടുമ്പോഴത്തേക്ക് കുറച്ചും കൂടി നല്ലൊരു എടുപ്പ് കിട്ടും. ഇത് ബ്ലാക്ക് സ്പോട്ടോടുകൂടിയുള്ള കൊച്ചൊരു പട്ടിക്കുട്ടിയാണ്, കൊച്ചൊരു പപ്പിക്കുട്ടിയെ ചെയ്തിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ചെറിയ ചെറിയ പാഴ്വസ്തുക്കളിൽ നിന്നാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ട് നമുക്ക് ഷോക്കേസുകളിൽ വെക്കാനുള്ള ഒട്ടുമുക്കാൽ ഐറ്റംസുകൾ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വലിച്ചെറിയുന്ന ബോട്ടിൽസുകളാണ്, ബോട്ടിൽസ് ആയാലും ബോൾസ് ആയാലും. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് നമുക്ക് ഓരോ ഐറ്റംസുകൾ നമുക്ക് ചെയ്യാം. ഇതുപോലെ ഇപ്പം കളർ ചെയ്തെടുത്ത് അതിനുശേഷം ഒരു ബ്ലാക്ക് കളർ ആ ഒരു ഗ്രൗണ്ട്, അതായത് ആ ഇരിക്കുന്ന ഒരു സ്പോട്ടിലാകുമ്പോൾ ആ വൈറ്റിന് കുറച്ചും കൂടി എടുപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ആ ബാലൻസ് സ്പേസ് ഉള്ളതെല്ലാം ബ്ലാക്ക് കളർ ചെയ്തെടുത്തത്. ഇതുപോലെ ബ്ലാക്ക് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. മനോഹരമായിട്ട് നമുക്ക് എടുത്ത് പൊക്കിയാലും ഒരു വെയിറ്റും ഇല്ല. അത് സാധാരണ പ്ലാസ്റ്റർ ഓഫ് പാരീസിലൊക്കെ ആകുമ്പോൾ നല്ല വെയിറ്റാണ്. നമ്മൾ ആ ഒരു ഉള്ളിൽ ഇതിപ്പം നമ്മൾക്ക് ഇതുപോലെ വേസ്റ്റ് ബോട്ടിൽസോ വേസ്റ്റ് ബോൾസോ ഒക്കെ വെക്കുന്നത് കൊണ്ട് വെയ്റ്റ്ലെസ് ആക്കി നമുക്ക് എടുക്കാൻ പറ്റും. അത് വലിയൊരു കാര്യം തന്നെ അല്ലേ. അത്രയും ആ ഒരു ക്ലേയോ അല്ലെങ്കിൽ വൈറ്റ് സിമൻറ്റോ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നല്ല വെയിറ്റായിട്ട് വരും. ഇതിപ്പോൾ അതിൻ്റെ അകത്ത് മറ്റ് എന്തെങ്കിലും അതുപോലെ ഫെവിക്കോളോ ഒന്നും ആവശ്യമില്ല. വെറുതെ ഇൻസർട്ട് ചെയ്ത് അത് മെഴുകി ഭംഗിയായിട്ടൊരു പപ്പിക്കുട്ടിയെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഇത് വാച്ച്